93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ തിളങ്ങി മുംബൈ മലയാളികളും. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രൊഫസർ ഡോക്ടർ പ്രകാശ് ദിവാകരനും ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനും ചേർന്ന് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മുംബൈയിൽ നിന്നുള്ള നിരവധി പേരാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. പ്രൊഫസർ പ്രകാശ് ദിവാകരനും ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനും ചേർന്ന് രചിച്ച എംപവറിംഗ് മൈൻഡ്സ് ട്രാൻസ്ഫോമിംഗ് ലൈവ്സ് ശ്രീനാരായണ ഗുരുസ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന കൃതി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരള ഗവർണർ രാജേന്ദ്ര അലർക്കർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. Empowering Minds and Transforming Lives, Sri Narayana Guru's Philosophy of Education and Skill Development, authored by Professor Dr. Prakash Divakaran and Dr. Suresh Kumar Madhusudanan. ശാസ്ത്രവും ജ്ഞാനവും തൊഴിലും സാമൂഹ്യ പരിവർത്തനവും ആത്മീയതയും സമന്വയിക്കുന്ന ഗുരുവിന്റെ സമഗ്ര ദർശനങ്ങളാണ് പുസ്തകം സംവദിക്കുന്നത്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 30 രാവിലെ 10 മണിക്ക് ശിവഗിരിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത്. ചടങ്ങിൽ കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സോഹോ കോർപ്പറേഷൻ ചീഫ് സയന്റിസ്റ്റും സഹസ്ഥാപകനുമായ ശ്രീധർ വെമ്പു, ശിവഗിരി മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സെക്രട്ടറി ശുഭാനന്ദ സ്വാമികൾ, കോൺഗ്രസ് നേതാവ് ശശി തരൂർ, ഡോക്ടർ AV അനൂപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുംബൈയിൽ നിന്ന് നിരവധി പേരാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. അനുഭവം പങ്കുവച്ച മുംബൈയിലെ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ മുരളീധരൻ, ഒത്തിരി യുവാക്കള്, സ്ത്രീകളെ, പെൺകുട്ടികള്, ആൺകുട്ടികളായ യുവാക്കൾ ഇതിലേക്ക് ആകർഷിച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഈ സെമിനാറുകളിലെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മഹത്തായ ഒരു നേട്ടമാണ്. 93 ഗുരുഭക്തരുമായാണ് പ്രത്യേക ക്ഷണിതാവായ ശ്രീനാരായണ മന്ദിരസമിതി ജനറൽ സെക്രട്ടറി OK പ്രസാദ് ശിവഗിരിയിലെത്തിയത്. ശ്രീനാരായണ മന്ദിരസമിതിയും അതിൽ പാർട്ടാകാൻ കഴിഞ്ഞതിലും അവരുടെ പ്രാതിനിധ്യം തെളിയിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue.